വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 20-ാം അധ്യായം. ലൂക്ക 20-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? 47. ദേവാലയ ശുദ്ധീകരണത്തിനു ശേഷം യേശു ദേവാലയത്തിലെത്തി എന്തു ചെയ്യുകയായിരുന്നു? ജനങ്ങളെ പഠിപ്പിക്കുകയും സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. യേശു ദേവാലയത്തിൽ ജനങ്ങളെ പഠിപ്പിക്കുകയും സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ അടുത്തു വന്നത് ആരെല്ലാം? പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ജനപ്രമാണികളോടുകൂടെ. യേശു ദേവാലയത്തിൽ ജനങ്ങളെ പഠിപ്പിക്കുകയും സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യേശുവിന്റെ അധികാരത്തെ ചോദ്യം ചെയ്തത് ആരെല്ലാം? പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ജനപ്രമാണികളോടുകൂടി. ലൂക്ക 20:2 പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ജനപ്രമാണികളോടുകൂടെ എത്ര ചോദ്യങ്ങളാണ് യേശുവിനോട് ചോദിച്ചത്? 2. യേശു ദേവാലയത്തിൽ ജനങ്ങളെ പഠിപ്പിക്കുകയും സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ജനപ്രമാണികളോടുകൂടെ വന്ന് അവനോട് ചോദിച്ചത് എന്ത്? അധികാരത്താലാണ് നീ ഇതൊക്കെ ചെയ്യുന്നത്? അഥവാ നിനക്ക് ഈ അധികാരം നൽകിയതാരാണ് എന്ന് ഞങ്ങളോട് പറയുക. യേശുവിന്റെ അധികാരത്തെ ചോദ്യം ചെയ്ത നിയമജ്ഞരോട് അവിടുന്ന് ചോദിച്ച ചോദ്യം എന്ത്? യോഹന്നാന്റെ ജ്ഞാനസ്നാനം സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ? യോഹന്നാന്റെ ജ്ഞാനസ്നാനം സ്വർഗത്തിൽ നിന്ന് എന്ന് പറയുവാൻ പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ജനപ്രമാണികളും മടിച്ചത് എന്തുകൊണ്ട്? പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ അവനെ വിശ്വസിച്ചില്ല എന്ന് യേശു ചോദിക്കും എന്നുള്ളതുകൊണ്ട്. യോഹന്നാന്റെ ജ്ഞാനസ്നാനം മനുഷ്യരിൽ നിന്ന് എന്ന് പറയുവാൻ പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ജനപ്രമാണികളും മടിച്ചത് എന്തുകൊണ്ട്? ജനങ്ങളെല്ലാം അവരെ കല്ലെറിയും എന്നുള്ളതുകൊണ്ട്. യോഹന്നാന്റെ ജ്ഞാനസ്നാനം മനുഷ്യരിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ജനങ്ങളെല്ലാം അവരെ കല്ലെറിയും എന്ന് പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ജനപ്രമാണികളും പറയാൻ കാരണം എന്തെന്നാൽ യോഹന്നാൻ ഒരു പ്രവാചകനാണെന്ന് അവർ വിശ്വസിച്ചിരുന്നു. യോഹന്നാൻ ആരെന്നാണ് ജനങ്ങളെല്ലാം വിശ്വസിച്ചിരുന്നത്? ഒരു പ്രവാചകൻ. യോഹന്നാന്റെ ജ്ഞാനസ്നാനം സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ എന്ന യേശുവിന്റെ ചോദ്യത്തിന് പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ജനപ്രമാണികളും പറഞ്ഞ മറുപടി എന്ത്? എവിടെ നിന്ന് എന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ. യോഹന്നാന്റെ ജ്ഞാനസ്നാനം സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ എന്ന യേശുവിന്റെ ചോദ്യത്തിന് എവിടെ നിന്ന് എന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ എന്ന് പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ജനപ്രമാണികളും മറുപടി പറഞ്ഞപ്പോൾ യേശു പറഞ്ഞത് എന്ത്? അധികാരത്താലാണ് ഞാൻ ഇത് ചെയ്യുന്നതെന്ന് ഞാനും നിങ്ങളോട് പറയുന്നില്ല. മുന്തിരിത്തോട്ടത്തിന്റെയും കൃഷിക്കാരുടെയും ഉപമ യേശു പറഞ്ഞത് എവിടെ വച്ച് ആരോട്? ദേവാലയത്തിൽ വച്ച് ജനങ്ങളോട്. ഒരു മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചത് ആര്? ഒരു മനുഷ്യൻ. മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ച മനുഷ്യൻ അത് ആരെ ഏൽപ്പിച്ചതിനു ശേഷമാണ് ദീർഘനാളത്തേക്ക് അവിടെ നിന്ന് പോയത്? കൃഷിക്കാരെ. ലൂക്ക 20:9 സമാനമായ പഴയ നിയമഭാഗം ഏത്? ഏശയ്യ 5:1-7. മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ച മനുഷ്യൻ കൃഷിക്കാരുടെ അടുത്തേക്ക് അയച്ചത് ആരെ? ഒരു ഭൃത്യനെ. മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ച മനുഷ്യൻ ഭൃത്യനെ കൃഷിക്കാരുടെ അടുത്തേക്ക് അയച്ചത് എപ്പോൾ? മുന്തിരിപ്പഴങ്ങളിൽ നിന്ന് ഓഹരി ലഭിക്കേണ്ടതിന് സമയമായപ്പോൾ മുന്തിരിപ്പഴങ്ങളിൽ നിന്ന് ഓഹരി ലഭിക്കേണ്ടതിന് മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ച മനുഷ്യൻ ഒരു ഭൃത്യനെ കൃഷിക്കാരുടെ അടുത്തേക്ക് അയച്ചപ്പോൾ കൃഷിക്കാർ അവനെ എന്തു ചെയ്തു? അവനെ അടിക്കുകയും വെറും കൈയോടെ തിരിച്ചയക്കുകയും ചെയ്തു. മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ച മനുഷ്യൻ അയച്ച മറ്റൊരു ഭൃത്യനെ കൃഷിക്കാർ എന്തു ചെയ്തു? അടിക്കുകയും അപമാനിക്കുകയും വെറും കൈയോടെ തിരിച്ചയക്കുകയും ചെയ്തു. മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ച മനുഷ്യൻ അയച്ച മൂന്നാമതൊരുവനെ കൃഷിക്കാർ എന്തു ചെയ്തു? പരിക്കേൽപ്പിക്കുകയും പുറത്തേക്കെറിയുകയും ചെയ്തു. കൃഷിക്കാർ മൂന്നാമനെയും പരിക്കേൽപ്പിക്കുകയും പുറത്തേക്കെറിയുകയും ചെയ്തപ്പോൾ തോട്ടത്തിന്റെ ഉടമസ്ഥൻ പറഞ്ഞതെന്ത്? ഞാൻ എന്താണ് ചെയ്യുക? എന്റെ പ്രിയപുത്രനെ ഞാൻ അയക്കും, അവനെ അവർ മാനിച്ചേക്കും. ഇങ്ങനെ പറഞ്ഞത് ആര്? തോട്ടത്തിന്റെ ഉടമസ്ഥൻ. തോട്ടത്തിന്റെ ഉടമസ്ഥൻ കൃഷിക്കാരുടെ അടുത്തേക്ക് ആരെ അയക്കും എന്നാണ് പറഞ്ഞത്? തന്റെ പ്രിയപുത്രനെ. കൃഷിക്കാർ തോട്ടത്തിന്റെ ഉടമസ്ഥന്റെ പ്രിയപുത്രനെ കണ്ടപ്പോൾ പരസ്പരം പറഞ്ഞതെന്ത്?
ഇവനാണ് അവകാശി, ഇവനെ നമുക്ക് കൊന്നുകളയാം. തോട്ടത്തിന്റെ ഉടമസ്ഥന്റെ പ്രിയപുത്രനെ കൊന്നുകളഞ്ഞാൽ എന്ത് തങ്ങളുടേതാവും എന്നാണ് കൃഷിക്കാർ പറഞ്ഞത്. അവകാശം. തോട്ടത്തിന്റെ ഉടമസ്ഥന്റെ പ്രിയപുത്രനെ കൃഷിക്കാർ എന്തു ചെയ്തു? മുന്തിരിത്തോട്ടത്തിന്റെ വെളിയിലേക്കെറിഞ്ഞ് കൊന്നുകളഞ്ഞു. മുന്തിരിത്തോട്ടത്തിന്റെ ഉടമസ്ഥൻ കൃഷിക്കാരോട് എന്തു ചെയ്യുമെന്നാണ് ലൂക്ക 20:15-16 പറയുന്നത്. കൃഷിക്കാരെ നശിപ്പിക്കുകയും മുന്തിരിത്തോട്ടം മറ്റാളുകളെ ഏൽപ്പിക്കുകയും ചെയ്യും. അവർ ഇത് കേട്ടപ്പോൾ ഇത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. ആര്? എന്തിനെക്കുറിച്ച്? ജനങ്ങൾ മുന്തിരിത്തോട്ടത്തിന്റെ ഉടമസ്ഥൻ കൃഷിക്കാരെ നശിപ്പിക്കുകയും മുന്തിരിത്തോട്ടം മറ്റാളുകളെ ഏൽപ്പിക്കുകയും ചെയ്യുന്നതിനെക്കുറിച്ച്. ഏത് കല്ല് മൂലക്കല്ലായി തീർന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു എന്നാണ് യേശു പറഞ്ഞത്? പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ കല്ല്. ലൂക്ക 20:17 വചനം ഏത് പഴയ നിയമ ഭാഗത്തുള്ളതാണ്? സങ്കീർത്തനങ്ങൾ 118, 22, 23. പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ കല്ലിന്മേൽ നിപതിക്കുന്ന ഏതൊരുവനും എന്ത് സംഭവിക്കുമെന്നാണ് യേശു പറയുന്നത്? തകരും. പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ കല്ല് ആരുടെ മേൽ പതിക്കുന്നുവോ അവനെ അത് എന്തു ചെയ്യുമെന്നാണ് യേശു പറഞ്ഞത്? ധൂളിയാക്കും. മുന്തിരിത്തോട്ടത്തിന്റെയും കൃഷിക്കാരുടെയും ഉപമ തങ്ങൾക്കെതിരായിട്ടാണ് യേശു പറഞ്ഞതെന്ന് മനസ്സിലാക്കിയത് ആരെല്ലാം? നിയമജ്ഞരും പ്രധാന പുരോഹിതന്മാരും. മുന്തിരിത്തോട്ടത്തിന്റെയും കൃഷിക്കാരുടെയും ഉപമ കേട്ടപ്പോൾ യേശുവിനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചത് ആരെല്ലാം? നിയമജ്ഞരും പ്രധാന പുരോഹിതന്മാരും. മുന്തിരിത്തോട്ടത്തിന്റെയും കൃഷിക്കാരുടെയും ഉപമയിൽ നിയമജ്ഞരും പ്രധാന പുരോഹിതന്മാരും യേശുവിനെ കയ്യേറ്റം ചെയ്യാതിരിക്കുവാനുള്ള കാരണം എന്ത്? അവർ ജനങ്ങളെ ഭയപ്പെട്ടു. യേശുവിന്റെ വാക്കിൽ നിന്ന് എന്തെങ്കിലും പിടിച്ചെടുക്കാൻ അവസരം കാത്തിരുന്നത് ആര്? നിയമജ്ഞരും പ്രധാന പുരോഹിതന്മാരും. നീതിമാന്മാരെന്ന് ഭാവിക്കുന്ന ചാരന്മാരെ യേശുവിന്റെ അടുക്കലേക്ക് അയച്ചത് ആര്? നിയമജ്ഞരും പ്രധാന പുരോഹിതന്മാരും. യേശുവിന്റെ വാക്കിൽ നിന്ന് എന്തെങ്കിലും പിടിച്ചെടുക്കാൻ അവസരം കിട്ടുന്നതിനായി നിയമജ്ഞരും പ്രധാന പുരോഹിതന്മാരും ആരെയാണ് അവന്റെ അടുത്തേക്ക് അയച്ചത്? നീതിമാന്മാരെന്ന് ഭാവിക്കുന്ന ചാരന്മാരെ. യേശുവിന്റെ വാക്കിൽ നിന്ന് എന്തെങ്കിലും പിടിച്ചെടുക്കാൻ നിയമജ്ഞരും പ്രധാന പുരോഹിതന്മാരും അവസരം കാത്തിരുന്നത് അവനെ ആർക്കേൽപ്പിച്ചു കൊടുക്കത്തക്ക വിധമായിരുന്നു? ദേശാധിപതിയുടെ അധികാരത്തിനും വിധിക്കും. ലൂക്ക 20:21 നിയമജ്ഞരും പ്രധാന പുരോഹിതന്മാരും യേശുവിന്റെ അടുക്കലേക്ക് അയച്ച ചാരന്മാർ യേശുവിനെ വിളിച്ചതെങ്ങനെ? ഗുരോ. യേശു ആരെന്ന് തങ്ങൾക്കറിയാം എന്നാണ് ചാരന്മാർ യേശുവിനോട് പറഞ്ഞത്. ശരിയായി സംസാരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനും മുഖം നോക്കാതെ ദൈവത്തിന്റെ വഴി സത്യമായി പഠിപ്പിക്കുന്നവനും. ഗുരു, നീ ശരിയായി സംസാരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനും മുഖം നോക്കാതെ ദൈവത്തിന്റെ വഴി സത്യമായി പഠിപ്പിക്കുന്നവനുമാണെന്ന് ഞങ്ങൾക്കറിയാം. ആര് ആരോട് പറഞ്ഞു? നീതിമാന്മാരെന്ന് ഭാവിക്കുന്ന ചാരന്മാർ യേശുവിനോട്. യേശു എന്ത് സത്യമായി പഠിപ്പിക്കുന്നവനാണ് എന്നാണ് ചാരന്മാർ പറഞ്ഞത്? ദൈവത്തിന്റെ വഴി. ഞങ്ങൾ സീസറിന് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമോ അല്ലയോ എന്ന് യേശുവിനോട് ചോദിച്ചത് ആര്? നീതിമാന്മാരെന്ന് ഭാവിക്കുന്ന ചാരന്മാർ. തങ്ങൾ ആർക്ക് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമോ അല്ലയോ എന്നാണ് ചാരന്മാർ യേശുവിനോട് ചോദിച്ചത്? സീസറിന്. ലൂക്ക 20:23 പ്രകാരം യേശു ആരുടെ കൗശലമാണ് മനസ്സിലാക്കിയത്? നീതിമാന്മാരെന്ന് ഭാവിക്കുന്ന ചാരന്മാരുടെ. ചാരന്മാരുടെ കൗശലം മനസ്സിലാക്കി യേശു അവരോട് എന്തു കാണിക്കുവിൻ എന്നാണ് പറഞ്ഞത്? ഒരു ദെനാറ. ഒരു ദെനാറ തന്നെ കാണിക്കുവാൻ ആവശ്യപ്പെട്ട യേശു തുടർന്ന് അവരോട് ചോദിച്ചത് എന്ത്? ആരുടെ രൂപവും ലിഖിതവുമാണ് ഇതിലുള്ളത്? ആരുടെ രൂപവും ലിഖിതവുമാണ് ദെനാറയിൽ ഉള്ളത് എന്നാണ് ചാരന്മാർ യേശുവിനോട് പറഞ്ഞത്? സീസറിൻ്റേത്. എങ്കിൽ സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുവിൻ. ആര് ആരോട് പറഞ്ഞു? യേശു ചാരന്മാരോട്. സീസറിന്റെ രൂപവും ലിഖിതവുമാണ് ദെനാറയിലുള്ളത് എന്ന് ചാരന്മാർ പറഞ്ഞപ്പോൾ യേശു അവരോട് പറഞ്ഞതെന്ത്? സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുവിൻ. നിയമജ്ഞരും പ്രധാന പുരോഹിതന്മാരും അയച്ച ചാരന്മാർക്ക് ആരുടെ സാന്നിധ്യത്തിൽ വച്ചാണ് യേശുവിനെ വാക്കിൽ കൊടുക്കുവാൻ സാധിക്കാതിരുന്നത്? ജനങ്ങളുടെ. ലൂക്ക 20:26 പ്രകാരം യേശുവിന്റെ മറുപടിയിൽ ആശ്ചര്യപ്പെട്ടത് ആര്? ചാരന്മാർ.
നിയമജ്ഞരും പ്രധാന പുരോഹിതന്മാരും അയച്ച ചാരന്മാർ മൗനം അവലംബിച്ചത് എന്തുകൊണ്ട്? യേശുവിന്റെ മറുപടിയിൽ ആശ്ചര്യപ്പെട്ട്. പുനരുത്ഥാനം നിഷേധിക്കുന്നവർ ആര്? സദുക്കായർ. ലൂക്ക 20:27 പ്രകാരം യേശുവിനെ സമീപിച്ചത് ആര്? സദുക്കായരിൽ ചിലർ. സദുക്കായർ യേശുവിനെ സമീപിച്ച് അവനെ വിളിച്ചത് എങ്ങനെ? ഗുരോ, ഒരാളുടെ വിവാഹിതനായ സഹോദരൻ സന്താനമില്ലാതെ മരിച്ചാൽ അവൻ ആ സഹോദരന്റെ വിധവയെ സ്വീകരിച്ച് അവനു വേണ്ടി സന്താനത്തെ ഉൽപ്പാദിപ്പിക്കണമെന്ന് കൽപ്പിച്ചിട്ടുള്ളത് ആര്? മോശ. ഒരാളുടെ വിവാഹിതനായ സഹോദരൻ സന്താനമില്ലാതെ മരിച്ചാൽ അവൻ എന്തു ചെയ്യണമെന്നാണ് മോശ കൽപ്പിച്ചിട്ടുള്ളത്? അവൻ ആ സഹോദരന്റെ വിധവയെ സ്വീകരിച്ച് അവനു വേണ്ടി സന്താനത്തെ ഉൽപ്പാദിപ്പിക്കണം. ഒരാളുടെ വിവാഹിതനായ സഹോദരൻ സന്താനമില്ലാതെ മരിച്ചാൽ അവൻ ആ സഹോദരന്റെ വിധവയെ സ്വീകരിച്ച് അവനു വേണ്ടി സന്താനത്തെ ഉൽപ്പാദിപ്പിക്കണം എന്ന മോശയുടെ നിയമം പഴയ നിയമത്തിൽ എവിടെ? നിയമാവർത്തനം 25:5. ലൂക്ക 20:29 പ്രകാരം ഒരിടത്ത് എത്ര സഹോദരന്മാർ ഉണ്ടായിരുന്നു എന്നാണ് സദുക്കായർ യേശുവിനോട് പറഞ്ഞത്? 7. ലൂക്ക 20:29 പ്രകാരം ഒരുവളെ വിവാഹം ചെയ്യുകയും സന്താനമില്ലാതെ മരിക്കുകയും ചെയ്തതാര്? ഒന്നാമൻ. ലൂക്ക 20:31 പ്രകാരം എത്ര പേരാണ് സന്താനമില്ലാതെ മരിച്ചത്? 7 പേർ. പുനരുത്ഥാനത്തിൽ അവൾ അവരിൽ ആരുടെ ഭാര്യയായിരിക്കും? അവൾ 7 പേരുടെയും ഭാര്യയായിരുന്നല്ലോ എന്ന് യേശുവിനോട് ചോദിച്ചതാര്? സദുക്കായർ. ഈ യുഗത്തിന്റെ സന്താനങ്ങൾ എന്തെല്ലാം ചെയ്യുന്നു എന്നാണ് ലൂക്ക 20:34 പറയുന്നത്? വിവാഹം ചെയ്യുകയും ചെയ്തു കൊടുക്കുകയും. വിവാഹം ചെയ്യുകയോ ചെയ്തു കൊടുക്കുകയോ ഇല്ലാത്തത് ആര് എന്നാണ് ലൂക്ക 20:35 പറയുന്നത്? വരാനിരിക്കുന്ന യുഗത്തെ പ്രാപിക്കുന്നതിനും മരിച്ചവരിൽ നിന്ന് ഉയർക്കുന്നതിനും യോഗ്യരായവർ. ആരാണ് ദൈവദൂതന്മാർക്ക് തുല്യരും ദൈവമക്കളുമായിട്ടുള്ളത്? വിവാഹം ചെയ്യുകയോ ചെയ്തു കൊടുക്കുകയോ ഇല്ലാത്തവർ. വിവാഹം ചെയ്യുകയോ ചെയ്തു കൊടുക്കുകയോ ഇല്ലാത്തവർ ആരെന്ന നിലയിലാണ് ദൈവദൂതന്മാർക്ക് തുല്യരും ദൈവമക്കളുമായിട്ടുള്ളത്? പുനരുത്ഥാനത്തിന്റെ മക്കൾ എന്ന നിലയിൽ. ആകയാൽ അവർക്ക് ഇനിയും മരിക്കാൻ സാധിക്കുകയില്ല. ആർക്ക്? വിവാഹം ചെയ്യുകയോ ചെയ്തു കൊടുക്കുകയോ ഇല്ലാത്തവർക്ക്. മോശ എവിടെ വച്ചാണ് മരിച്ചവർ ഉയർക്കുമെന്ന് കാണിച്ചു തന്നിട്ടുള്ളത്? മുൾപ്പടർപ്പിൽ വച്ച്. മോശ എന്ത് വിളിച്ചുകൊണ്ടാണ് മരിച്ചവർ ഉയർക്കുമെന്ന് കാണിച്ചു തന്നിട്ടുള്ളത്? കർത്താവിനെ അബ്രഹാത്തിന്റെ ദൈവമെന്നും ഇസഹാക്കിന്റെ ദൈവമെന്നും യാക്കോബിന്റെ ദൈവമെന്നും. ലൂക്ക 20:37 പറയുന്ന 3 വ്യക്തികൾ ആര്? അബ്രാഹാം, ഇസഹാക്ക്, യാക്കോബ്. കർത്താവ് മരിച്ചവരുടെ അല്ല, ജീവിക്കുന്നവരുടെ ദൈവമാണ്. അവിടത്തേക്ക് എല്ലാവരും ജീവിക്കുന്നവർ തന്നെ എന്ന് പറഞ്ഞത് ആര്? യേശു. ഗുരു, നീ ശരിയായി സംസാരിക്കുന്നു എന്ന് പുനരുത്ഥാനത്തെക്കുറിച്ചുള്ള വിവാദത്തിൽ യേശുവിനോട് പറഞ്ഞത് ആര്? നിയമജ്ഞരിൽ ചിലർ. അവനോട് എന്തെങ്കിലും ചോദിക്കാൻ പിന്നീട് ആരും മുതിർന്നില്ല. ആര്? സദുക്കായർ. ക്രിസ്തു ദാവീദിന്റെ പുത്രനാണ് എന്ന് പറയാൻ എങ്ങനെ കഴിയും? ആര് ആരോട് ചോദിച്ചതാണത്? യേശു സദുക്കായരോട്. കർത്താവിന്റെ കർത്താവിനോട് അരുളി ചെയ്തു, ഞാൻ നിന്റെ ശത്രുക്കളെ നിനക്ക് പാദപീഠമാക്കുവോളം നീ എന്റെ വലതുഭാഗത്തിരിക്കുക. ദാവീദ് ഏത് പുസ്തകത്തിലാണ് ഇങ്ങനെ പറയുന്നത്? സങ്കീർത്തന പുസ്തകത്തിൽ. സങ്കീർത്തനങ്ങൾ 110:1. ഞാൻ നിന്റെ ശത്രുക്കളെ നിനക്ക് പാദപീഠമാക്കുവോളം നീ എന്റെ വലതുഭാഗത്തിരിക്കുക. ആര് ആരോട് ഇങ്ങനെ അരുളി ചെയ്തു എന്നാണ് ദാവീദ് പറയുന്നത്? കർത്താവ് എന്റെ കർത്താവിനോട്. ദാവീദ് ക്രിസ്തുവിനെ വിളിക്കുന്നത് എങ്ങനെ? കർത്താവ് എന്ന്. സകല മനുഷ്യരും കേൾക്കെ യേശു ശിഷ്യരോട് പറഞ്ഞത് എന്ത്? നിയമജ്ഞരുടെ കപട ജീവിതത്തെക്കുറിച്ച്. ആരെ സൂക്ഷിച്ചുകൊള്ളുവിനെന്നാണ് യേശു ലൂക്ക 20:46 പറയുന്നത്? നിയമജ്ഞരെ. നിയമജ്ഞരെ സൂക്ഷിച്ചുകൊള്ളുവിനെന്ന് യേശു പറഞ്ഞത് ആരോട്? ശിഷ്യരോട്. നിയമജ്ഞർ എന്തു ധരിച്ചു നടക്കാനാണ് ഇഷ്ടപ്പെടുന്നത്? നീണ്ട മേലങ്കികൾ. നിയമജ്ഞർ പൊതുസ്ഥലങ്ങളിൽ എന്തു ലഭിക്കാനാണ് ആഗ്രഹിക്കുന്നത്? അഭിവാദനങ്ങൾ. നിയമജ്ഞർ സിനഗോഗുകളിൽ എന്തു ലഭിക്കാനാണ് ആഗ്രഹിക്കുന്നത്? പ്രമുഖ സ്ഥാനങ്ങൾ. വിരുന്നുകളിൽ എന്തു ലഭിക്കാനാണ് നിയമജ്ഞർ ആഗ്രഹിക്കുന്നത്? അഗ്രാസനങ്ങൾ. ആരുടെ ഭവനങ്ങളാണ് നിയമജ്ഞർ വിരുങ്ങുന്നത്? വിധവകളുടെ. നിയമജ്ഞർ എന്ത് നടിക്കുന്നു എന്നാണ് 20:47 പറയുന്നത്? ദീർഘമായി പ്രാർത്ഥിക്കുന്നതായി. കൂടുതൽ കഠിനമായ ശിക്ഷാവിധി ലഭിക്കുന്നത് ആർക്ക്? നിയമജ്ഞർക്ക്.